എൻ്റെ പേര് പ്രിയ. എനിക്ക് 27 വയസ്സ്. എൻ്റെ വീട് കൊട്ടാരക്കരയാണ്. എന്നെ കല്യാണം കഴിച്ചേക്കുന്നത് പത്തനാപുരത്തോട്ടാണ്. ഹസ്ബൻഡ് ടൊയോട്ടയിൽ CRM ആയിട്ട് വർക്ക് ചെയ്യുന്നു, കായംകുളത്ത്. ഞാൻ തേനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം 4 മാസം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇപ്പം ഞാൻ വർക്ക് ഫ്രം ഹോമായിട്ട് എടുത്തേക്കുക. ഞാൻ BSc അഗ്രികൾച്ചർ തേനിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് അവിടെ തന്നെ ജോലിക്ക് കയറി. അവിടെ FPOയിൽ ജോലിക്ക് കയറി 2022. ഇപ്പം ഞാൻ കറൻ്റ്ലി ജോലിക്ക് പോകുന്നില്ല. ഇപ്പം ഞാൻ MBAയുടെ ഞാൻ ലേൺ വൈസ് വഴിയായിക്കൊണ്ട് MBA ചൂസ് ചെയ്തത് പഠിക്കാനായിട്ട്. അസൈൻമെന്റ് ഫസ്റ്റ് സെം കഴിഞ്ഞ് സെക്കൻഡ് സെം തുടങ്ങി. സെക്കൻഡ് സെമ്മിന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ എക്സാംസ് ഒക്കെ വരുമല്ലോ, അതിന് പ്രിപ്പയർ ചെയ്യണം. എനിക്ക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് MBA എടുക്കണമെന്ന്. നേരത്തെ എനിക്ക് MBA ABM ആയിരുന്നു കൂടുതൽ ഇഷ്ടം. എൻ്റെ അഗ്രികൾച്ചർ റിലേറ്റഡ് തന്നെ. പക്ഷെ അത് ഇവിടെങ്ങും നമുക്ക് പഠിച്ചാൽ നമുക്ക് സ്കോപ്പ് ഇല്ല. നമ്മളത് IIM അല്ലെങ്കിൽ അഹമ്മദാബാദ്, ഹൈദരാബാദ് അവിടെയൊക്കെ പഠിച്ചാലേ നമുക്ക് നാമിലൊക്കെ പഠിച്ചാലേ നമുക്കൊരു വാല്യൂ ഉള്ളു പഠിച്ചാൽ. അങ്ങനെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു കല്യാണമൊക്കെ. ഞാൻ സിംഗിൾ ചൈൽഡാണ്. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. പപ്പ 2020 കാർഡിയക് അറസ്റ്റ് വന്ന് മരിച്ചുപോയി. പപ്പയും അമ്മയും ഗൾഫിലായിരുന്നു, ദുബായിലായിരുന്നു. അമ്മ നേഴ്സായിരുന്നു ആസ്റ്റർ ഹോസ്പിറ്റലിൽ. അപ്പ ABBയിൽ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ആയിരുന്നു. അവിടെ മരണത്തിന് ശേഷം മമ്മിയും ജോലിക്ക് പോയിട്ടില്ല. മമ്മി നാട്ടിൽ വന്നു. ഇപ്പം അമ്മ കൊട്ടാരക്കര ഉണ്ട്. പിന്നെ അതുകൊണ്ടൊക്കെ ഞാൻ പെട്ടെന്ന് ജോലിക്ക് കയറി. എനിക്ക് MBA എന്നുള്ളൊരു ഞാൻ ഡിസ്കണ്ടിന്യൂ ആയി ആ ഒരു ഡ്രീം. പിന്നെ ഞാൻ ജോലി കയറി, പിന്നെ കല്യാണമായി. പിന്നെ ഞാൻ ഇപ്പോൾ വീണ്ടും MBA കുറിച്ച് അപ്പം ഞാൻ ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ട്, ലേൺ വൈസിന്റെ പേജൊക്കെ കാണും. അപ്പം ഞാൻ മാമിനൊക്കെ, ഒരു മാം ഹരിഷ്മ, ആ ഒരു മാമുണ്ട് അക്കാഡമിക് കൗൺസിലർ. ആ മാമിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, കഴിഞ്ഞ വർഷമേ. ഇതേമാതിരി നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചൊക്കെ ചോദിച്ച് ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വർഷം ജാനുവരിയിൽ ഞാൻ അഡ്മിഷൻ എടുത്തത്. MBAക്ക് ഞാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എടുത്തേക്കുന്നത്. ഇപ്പം ഞാൻ സെക്കൻഡ് സെം ചെയ്യുക. ഇനി അടുത്ത വർഷം ഡിസംബറോടെ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് നല്ലൊരു ജോലി എടുക്കണമെന്നാണ്. ഗവൺമെന്റ് എനിക്ക് അഗ്രികൾച്ചർ ഫീൽഡിൽ തന്നെ കിട്ടണമെന്ന്. അപ്പം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാമെങ്കിൽ എനിക്ക് കുറച്ച് അഡ്മിനിസ്ട്രേഷനിൽ പ്രൈവറ്റ് കിട്ടുമെന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ബൈ സൈഡ് PSC എക്സാംസ് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് ഫുഡ് റിലേറ്റഡ്, അഗ്രികൾച്ചറിൽ തന്നെ ഫുഡ് റിലേറ്റഡ് കോഴ്സും പഠിക്കണമുണ്ട് ഇനി. അതുകൂടെ പഠിച്ചിട്ട് അപ്പം എനിക്ക് MBA എനിക്ക് അതിൽ യൂസ്ഫുൾ ആവും, അവിടെ അഡ്മിനിസ്ട്രേഷനിൽ യൂസ്ഫുൾ ആവും എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് എല്ലാം അങ്ങനെ അറിയത്തില്ല, ദൈവത്തിന്റെ ഒരു കരുണ കൊണ്ടെല്ലാം മുന്നോട്ട് പോകുന്നു വിശ്വസിക്കുന്നു. എൻ്റെ ഫീൽഡിൽ തന്നെ ഫുഡ് റിലേറ്റഡ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് തന്നെ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അഡ്മിനിസ്ട്രേഷൻ വളരെ യൂസ്ഫുൾ ആവും. അതുവഴിയാണ് ഞാൻ ലേൺ വൈസിന്റെ ഇതും ചൂസ് ചെയ്തത്. എനിക്ക് നല്ലൊരു ഒരു സപ്പോർട്ടാണ്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന പോലെ തന്നെ നമുക്കൊരു മെന്റർ ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന മെന്ററാണ്. എൻ്റെ മെന്ററിന്റെ പേര് ലോജിഷ എന്ന മാമിന്റെ പേര്. ഇപ്പം എല്ലാവരും ബിസി ആയിരിക്കും, കറക്റ്റാ. പക്ഷെ മാമിന് ഞാൻ എപ്പോൾ മെസ്സേജ് അയച്ചാലും മാം എനിക്ക് ഇപ്പം ഞാൻ അസൈൻമെന്റിന്റെ കാര്യം വന്നാലും അല്ലെങ്കിൽ ഇപ്പോൾ റിസൾട്ട് വന്നോന്ന് ജസ്റ്റ് എന്തെങ്കിലും മെസ്സേജ് അയച്ചപ്പോൾ മാം എനിക്ക് പെട്ടെന്ന് തന്നെ അത് ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിൽ പോലും അത് പറഞ്ഞു തരും. ഒരു ക്വിക്ക് റെസ്പോൺസ് എൻ്റെ മെന്ററിന്റെ എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്, സ്റ്റിൽ നൗ. ആ ഒരു കാര്യത്തില് ഞാൻ ലേൺ വൈസിനോട് ഒരുപാട് താങ്ക്ഫുൾനെസ് ഉണ്ട്. കാരണം എനിക്ക് നല്ല മെന്റർ സപ്പോർട്ടാണ് കിട്ടിയേക്കുന്നത്. ലോജിഷ മാം നല്ലൊരു മെന്ററാണ്. ഇപ്പം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇപ്പം അത് എഴുതുന്നതിനാലും പഠിക്കുന്ന കാര്യമാണെങ്കിൽ പോലും എനിക്ക് എന്തൊക്കെ ഗൈഡൻസ് എല്ലാം മാം എനിക്ക് തരുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്.